വചനപ്രഭാതത്തിൻ്റെ ഏറ്റവും സ്നേഹമുള്ള പ്രേക്ഷകരെ, പവർവിഷൻ കുടുംബത്തിൽ നിന്ന് സ്നേഹവന്ദനം. ഞങ്ങളുടെ പ്രിയ കൂട്ടുവേലക്കാരും സ്നേഹിതരുമായ ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ തുടർന്ന് വചനങ്ങളെ പറയുന്നുണ്ട്. എന്നാൽ ഒരു കൊച്ചു സന്ദേശം ഇന്ന് പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥന സഹായം എന്ന വിഷയമാകുന്നു. കൊലോസ് ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ഇന്നലത്തെ വചനപ്രഭാതത്തിൽ പങ്കുവെച്ച അതേ കാര്യം ആവർത്തിച്ചു പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ഒത്തുകിട്ടിയ അവസരമായതുകൊണ്ട് പരമാവധി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കാളും ഇന്ന് ജീവിച്ചിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന മഹാവീരന്മാരായ പ്രവാചകന്മാരെക്കാൾ, പ്രഭാഷകരെക്കാൾ ശ്രേഷ്ഠനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒന്ന് കേൾക്കണേ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അതായത് എന്നെ ഇപ്പോൾ ബന്ധിച്ച് ജയിലിലിട്ടിരിക്കുന്നു. ജയിലിൽ വെച്ചെഴുതിയ കത്തുകളിൽ ഒന്നാണ് കൊലോസ് ലേഖനം. എന്നെ ബന്ധിക്കാൻ കാരണം ഈ പ്രസംഗമാണ്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ജയിലിൽ വെച്ചും താൻ പ്രസംഗം ചെയ്യുന്നു. ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സുവിശേഷ പ്രസംഗം ഒരു മർമ്മമാണ്, ഒരു വെളിപ്പാടാണ്. അത് ഉയരത്തിൽ നിന്ന് അപ്പപ്പ ലഭിക്കുന്നതാണ്. ഒരു മർമ്മമാണ്, ഒരു വെളിപ്പാടാണ്. ഇത് ലൈവാണ്, അപ്ഡേറ്റഡ് ആണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലും ഇക്കാര്യം കാണാം. ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. വീണ്ടും വായിക്കട്ടെ. അറിയാവുന്നതാണെങ്കിൽ പോലും ഒന്നുകൂടെ ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ്. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട്, ആഭരണം ധരിച്ചു, ഉടുപ്പ് ധരിച്ചു, ചെരുപ്പ് ധരിച്ചു, കോട്ട് ധരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ? പൗലോസ് പറയുന്നത് ഞാൻ ചങ്ങല ധരിച്ചു. അന്നത്തെ ആഭരണം ചങ്ങലയാണ്. ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ചങ്ങലയുണ്ട്, നായെ പൂട്ടിയിട്ടിരിക്കുന്ന ചങ്ങല. എന്നാൽ അന്ന് വലിയ ചങ്ങല കൊണ്ട് ക്രിമിനലുകളെ പൂട്ടിയിടും. ഞാൻ ചങ്ങല ധരിച്ച്, പക്ഷേ അവരറിയാത്തൊരു മർമ്മമുണ്ട്. ഞാൻ സ്ഥാനപതിയാണ്. സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം, അവിടെയും മർമ്മം, കൊലോസ് ലേഖനത്തിലും മർമ്മം. പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നൽകപ്പെടുകയാണ്.
ഇന്നലെ തന്നതിന്ന് പറയുകയല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തരികയാണ്. ഇത് ചിലർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകത്തില്ല. ശരിക്കും പുതിയ നിയമ വചന ശുശ്രൂഷ പ്രസംഗമല്ല, പ്രവചനമാണ്. അപ്പപ്പ ദൈവം തരുന്നത് പറയാൻ ഞാൻ നിർബന്ധമായും എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് പറയേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന വേണം. അടുത്തത്, ഞാൻ വായ തുറക്കും. വേറൊന്നുമില്ല, നോട്ട് ബുക്കൊന്നും തുറക്കുന്നില്ല. ഞാൻ വായ തുറക്കും. എനിക്ക് വചനം നൽകപ്പെടണം. പോരാ, ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. എങ്ങനെ പറയണോ അങ്ങനെ പറയണം. ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ ദൈവം പറഞ്ഞപ്പോൾ സംഭവിച്ച പോലെ സംഭവിക്കും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ പക്ഷികൾ പറന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് വചനം ലഭിക്കും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് പുറത്തേക്ക് വരും. സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ഇന്ന് നിങ്ങളുടെ പ്രയർ ഒന്നുകൂടെ കൂട്ടണം എന്നപേക്ഷിക്കുന്നു. ഇന്നലെ ഞാൻ 1 മിനിറ്റാണ് ചോദിച്ചത്, ഇന്ന് ഞാനൊരു 2 മിനിറ്റിലേക്ക് കയറ്റുകയാണ്. ലോകമെങ്ങുമുള്ള വിശേഷാൽ പവർ വിഷനിലൂടെ നിങ്ങളോട് വചനം പറയുന്ന ഞങ്ങളെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥനയിൽ വഹിക്കണേ പ്ലീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം.